അടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അടി. നല്ല പൊരിഞ്ഞ അടി നടക്കുകയാണ് ഇപ്പോൾ മഹാസഖ്യത്തിൽ. ബീഹാറിലാണ് സംഭവം. ബീഹാറിൽ ഏകദേശം BJP ഇങ്ങനെ പോയാൽ വിജയിക്കുമെന്നാണ് പല ആൾക്കാരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരടക്കം BJPക്ക് വിജയസാധ്യത ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 5 സീറ്റടക്കം BJP എതിരാളികളില്ലാതെ ഇപ്പോൾ വിജയിച്ച് നിൽക്കുകയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതാ 10 സീറ്റ് പോലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ന് സീറ്റ് വിഭജന വിഷയത്തിൽ കോൺഗ്രസിൽ അതൃപ്തിയെന്ന് മുതിർന്ന നേതാവ് ഇപ്പോൾ പറയുകയാണ്. അതായത് സീറ്റ് വിഭജനം എത്ര സീറ്റ് ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ തവണ കോൺഗ്രസിന് കൊടുത്തത്, അതായത് 2020 കോൺഗ്രസിന് മഹാസഖ്യത്തിൽ കൊടുത്ത സീറ്റ് എന്ന് പറയുന്നത് ഏകദേശം 59 സീറ്റുകളാണ്. ഈ 59 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചത് വെറും 19 സീറ്റുകൾ മാത്രമാണ്. ഇത്തവണ 70 സീറ്റുകൾ വേണമെന്ന് കോൺഗ്രസ് പറയുന്നു. എന്നാൽ അത് കൊടുത്തില്ല. ആ 70 സീറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏതിലൊക്കെ ജയിക്കുമെന്ന് യാതൊരുവിധ ഐഡിയയുമില്ല. പോരാത്തതിന് കഴിഞ്ഞ തവണ ഇടതുപക്ഷ പാർട്ടികൾക്ക്, അവിടെയുള്ള CPIM, CPML അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് 19 സീറ്റ് കൊടുത്തപ്പോൾ അതിൽ 15 എണ്ണം അവർ വിജയിച്ച് കാണിച്ചു. അതുകൊണ്ട് ഇത്തവണ ഇടതുപക്ഷത്തിന് 39 സീറ്റ് കൊടുക്കുമെന്നൊക്കെയാണ് RJD പറയുന്നത്. അങ്ങനെ ആകെപ്പാടെ അടിയായി, മൊത്തം ജഗപുകയായി മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. പല മണ്ഡലങ്ങളിലും ഇപ്പോൾ ഇവരെല്ലാം മഹാസഖ്യമാണെന്ന് പറയുകയാണെങ്കിലും കോൺഗ്രസും RJDയും CPMും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിന്ന് മത്സരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. BJPക്കെതിരെയല്ല യഥാർത്ഥത്തിൽ ഇവരുടെ പോരാട്ടം. ഇവരുടെ പോരാട്ടം അകത്തുള്ള പാർട്ടികൾക്കെതിരെയാണ്. അതായത് RJDയും കോൺഗ്രസും CPMും ഒക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നതെങ്കിലും പല മണ്ഡലങ്ങളിലും ഇവർ എതിരാളികളായിട്ട് നിന്ന് മത്സരിക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. മഹാസഖ്യത്തെ ചൊല്ലി, സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ ടിക്കറ്റ് വിതരണത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കനത്ത സംഘർഷങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. കോൺഗ്രസ് സംസ്ഥാന ചുമതലയുള്ള കൃഷ്ണ അല്ലവായുവും സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് റാമും പണത്തിന് പകരം ടിക്കറ്റ് നൽകിയതായി നിരവധി മുതിർന്ന പാർട്ടി നേതാക്കൾ പരസ്യമായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബീഹാറിൽ ഇറങ്ങിയ ഒരു കോൺഗ്രസ് നേതാവിനെയൊക്കെ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അടിച്ചോടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ദേശീയ മാധ്യമങ്ങളൊക്കെ അത് പുറത്തുവിട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ക്ഷുഭിതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ നിന്ന് രാജിവെക്കുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതേസമയം RJD 143 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.